കുറുക്കി കുറുക്കി വറ്റിച്ചെടുക്കുന്നതാണ് കുറുക്കുകാളൻ. പച്ചക്കായയും ചേനയും ഉപയോഗിച്ചിട്ടാണ് പൊതുവെ കുറുക്കുകാളൻ തയ്യാറാക്കുന്നത്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായും ക്യാരറ്റ് ഉപയോഗിച്ചിട്ടാണ്. വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിക്കണം. പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരമുറി തേങ്ങ ചിരയതിലേക്ക് 5 ചുവന്നുള്ളി, നമ്മൾ 2 വലിയ ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ചെറുജീരകം, കുരുമുളക് കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് അരച്ചെടുക്കാം. നല്ലപോലെ പേസ്റ്റ് പോലെ അരക്കണമെന്നില്ല, ഒന്ന് അരഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് വേവിച്ച പച്ചക്കറിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ചേർക്കാം. ഇത് കുറച്ച് തിളപ്പിച്ചാൽ മാത്രം മതി, കൂടുതലായിട്ട് ഇത് കുക്കായിട്ട് വരേണ്ട ആവശ്യമില്ല. അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ തൈര് ചേർക്കുക. കട്ടിയുള്ള തൈരാണ് ചേർക്കുക. പുളി ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ആവശ്യാനുസരണം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. തൂമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിൻ്റെലയും കൂടി ചേർത്തിട്ട് നമുക്കിത് തൂമിച്ചെടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാം.